കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ പഞ്ചാബും തമ്മിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ഒരു ക്ലീൻ ഷീറ്റോട് കൂടിയിട്ട് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു എങ്കിൽ പോലും നമുക്ക് സന്തോഷിക്കാൻ വരട്ടെ. കാരണം അടുത്ത മത്സരം ഒഡീഷ എഫ്സിക്കെതിരെയാണ്, കൊച്ചിയിൽ വെച്ചിട്ടാണ്. ആ ഒരു മത്സരത്തിൽ നമ്മുടെ ഡിഫൻസീവിൽ 2 താരങ്ങൾ ഇന്നത്തെ മത്സരം റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ട്. ആ 2 താരങ്ങൾക്ക് ഇറങ്ങാനായിട്ട് സാധിക്കില്ല. കാരണം മിലോസിനും അതുപോലെ തന്നെ ഐവനുമാണ് ആ റെഡ് കാർഡ് കിട്ടിയത്. അവസാനം വരെ ബ്ലാസ്റ്റേഴ്സ് 9 പേരെ വെച്ചിട്ടാണ് കളിച്ചത്. ഇനി കളിയിലേക്ക് വരാം. പഞ്ചാബിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പഞ്ചാബ് ഒരു വിദേശ താരം വെച്ചിട്ടായിരുന്നു അവിടെ ഫസ്റ്റ് ഹാഫ് കളിച്ചത്. കാരണം ബാക്കിയുള്ള വിദേശ താരങ്ങൾക്കൊക്കെ പരിക്ക് മൂലവും സസ്പെൻഷൻ മൂലവും കളിക്കാനായിട്ട് സാധിച്ചില്ല. സെക്കൻഡ് ഹാഫിലേക്കാണ് മറ്റൊരു വിദേശ താരം, അങ്ങനെ 2 വിദേശ താരമായിരുന്നു അവർക്ക് ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ചാൻസുകൾ കിട്ടി. ലൂണയുടെ ഒരു കിടിലൻ ഷോട്ട് ഉണ്ടായിരുന്നു. അവസാനം ഒരു പെനാൽറ്റി ഫസ്റ്റ് ഹാഫിൽ കിട്ടി. ആ ഒരു പെനാൽറ്റി നോസ് അത് ഗോളാക്കി. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴായിരുന്നു കൂടുതൽ സങ്കീർണമായ നിമിഷങ്ങൾ. 2 പേർക്ക് റെഡ് കാർഡ് കിട്ടി പുറത്ത് പോകുന്നു. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് 9 പേര് വെച്ച് കളിച്ചിട്ടും ആ ഒരു ഡിഫൻസ് ബ്ലാസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തു എന്നതാണ് കാര്യം. ഫുള്ളായിട്ടും ഡിഫൻസിലേക്ക് മാറിയ ഒരു വിജയം ബ്ലാസ്റ്റേഴ്സിന് നേടാനായിട്ട് സാധിച്ചു.